ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡും റോ ഡേ 1 പോലെ തന്നെ ഒരു സ്പെഷ്യൽ ഷോ ആയിട്ടാണ് നടത്തിയത്. അതായത് സ്മാക്ക് ഡൗൺ റെവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനോടൊപ്പം ഇന്നത്തെ സ്മാക്ക് ഡൗണിൽ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ചും 2 ചാമ്പ്യൻഷിപ്പ് നമ്പർ 1 കണ്ടൻഡർ മാച്ച് എല്ലാം നടന്നിരുന്നു. പിന്നെ സർപ്രൈസ് ആയിട്ടുള്ള നമ്മൾ കാത്തിരുന്ന ഒരു റിട്ടേണും ഈ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്മാക്ക് ഡൗൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ US ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ റൗണ്ടാണ് നടന്നത്. ഈ മാച്ച് നടന്നത് കെവിൻ ഓവൻസ്, സാന്റോസ് എസ്കോബാർ ഇവർക്ക് തമ്മിലാണ്. അപ്പോൾ ഈ ഒരു മാച്ചിൽ സാന്റോസ് എസ്കോബാറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹുംബർട്ടോ ആൻഡ് ഏഞ്ചൽ ഗാർസ ഇവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലോഗൻ പോളും കമന്ററി ടീമിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് LWO ടീമിലുള്ള ജോസ്ക്വിൻ വൈൽഡ് ആൻഡ് ക്രൂസ് ഡെൽ ടെറോ ഇവര് 2 പേരും വന്നുകൊണ്ട് ഹുംബർട്ടോ ആൻഡ് ഏഞ്ചൽ ഗാർസ ഇവരെ അറ്റാക്ക് ചെയ്ത് ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ ഒരു മാച്ച് മൊത്തത്തിൽ നല്ല മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. 2 പേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ സാന്റോസ് എസ്കോബാറിനെ പോപ്പ് പവർ ബം ഫിനിഷർ കെവിൻ ഓവൻസ് ചെയ്ത് പിന്നീട് സ്റ്റണ്ണർ ഫിനിഷറും ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ കെവിൻ ഓവൻസ് ആണ് വിൻ ചെയ്ത് നമ്പർ 1 കണ്ടൻഡറായി റോയൽ റംബിൾ മാച്ചിലേക്ക് ആഡ് ആയത്. അപ്പോൾ ലോഗൻ പോൾ വേഴ്സസ് കെവിൻ ഓവൻസ് മാച്ച് ഇതോടുകൂടി കൺഫേം ആയിട്ടുണ്ട്. പിന്നീട് ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ കെവിൻ ഓവൻസിനെ കയറി ലോഗൻ പോൾ ചൊറിയാൻ നോക്കും. അതായത് ഞാനാണ് ബെസ്റ്റ് ചാമ്പ്യൻ ഈ ഒരു ലെവലിലൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ മാച്ച് ചെയ്താൽ നീ തോക്കും ഇത്തരത്തിലെല്ലാം പറഞ്ഞുകൊണ്ട് ദേഷ്യം വന്ന കെവിൻ ഓവൻസിന്റെ ഇപ്പോഴത്തെ ആ ഒരു പുതിയ പഞ്ച് ലോഗൻ പോളിന്റെ ഫേസിൽ ചെയ്തുകൊണ്ട് ഈ സെഗ്മെന്റ് അവിടെ വെച്ച് അവസാനിപ്പിക്കും. പിന്നീട് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ലോഗൻ പോളിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ആസ്റ്റിൻ തിയറി, ഗ്രീസൺ വാലർ ഇവര് പോകുന്നതായിട്ടും ഇതേ സെഗ്മെന്റിൽ തന്നെ കാമറോൺ ഗ്രൈൻസുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടും നെക്സ്റ്റ് സ്മാക്ക് ഡൗണിൽ ഗ്രേസൺ വാലർ, കാമറോൺ ഗ്രൈൻസ് ഇവർക്കൊരു സിംഗിൾസ് മാച്ചും വെച്ചിട്ടുണ്ട്. അതിനുശേഷം ബോബി ലാഷ്ലി, സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഇവരുടെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റിൽ 2023 ബോബി ലാഷ്ലിക്ക് അത്ര നല്ല വർഷമായിരുന്നില്ല എന്നും എന്നാൽ 2024 ഇവരെല്ലാം തിരിച്ചു പിടിച്ചുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്ത് മുന്നോട്ട് പോകും ഈ ഒരു ലെവലിലൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അത് തന്നെയാണ് സംഭവിച്ചത്. അതായത് ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ കെരിൻ ക്രോസ് എല്ലാം വരുന്നതായിട്ടും അതേസമയം AOP ടീം റിട്ടേൺ ചെയ്തുകൊണ്ട് ബോബി ലാഷ്ലി ആൻഡ് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഇവരെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും പിന്നീട് AOP ടീം സ്ട്രീറ്റ് പ്രോഫിറ്റ്സിനെ അവരുടെ സൂപ്പർ കൊളൈഡർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. ശേഷം കെരിൻ ക്രോസ് ബോബി ലാഷ്ലിയെ കെരിൻ ക്രോസിന്റെ പുതിയ ഫിനിഷർ ചെയ്ത് ഈ ഒരു സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. കെരിൻ ക്രോസ് ഇനി വേറെ ലെവൽ പോകും. എന്റെ അഭിപ്രായത്തിൽ കെരിൻ ക്രോസിന് നല്ല അവസരം കിട്ടണം. നല്ലൊരു റെസ്ലറാണ്. എന്തായാലും നോക്കാം ഈ ഒരു ടീം സക്സസ് ആവോ എന്ന്. പിന്നീട് വുമൺസ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത്. വുമൺസ് ചാമ്പ്യനായ ഇയോ സ്കൈ വേഴ്സസ് മിയായം ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഇവരെ 2 പേരിൽ പറയുന്നുണ്ട്, നമുക്ക് മിയായം എന്ന് പറയാം. അപ്പോൾ ഈ ഒരു മാച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നമ്മളെല്ലാം മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു AJ സ്റ്റൈൽസിന്റെ ഫിനിഷർ മിയായം ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര പേർക്ക് ഈ മാച്ച് ലൈവ് കണ്ടപ്പോൾ അങ്ങനെ തോന്നി എന്നറിയില്ല, എനിക്ക് അങ്ങനെ തോന്നി. അതേപോലെ തന്നെ ഈ മാച്ചിന്റെ അവസാനത്തിൽ റോപ്പിന്റെ മുകളിൽ നിന്നും സ്റ്റൈൽ ക്ലാഷ് ഫിനിഷർ ഇയോ സ്കൈനെ മിയായം ചെയ്തു എങ്കിലും റോപ്പിൽ പിടിച്ചുകൊണ്ട് ഇയോ സ്കൈ എസ്കേപ്പ് ആകുന്നതായിട്ടാണ് ആ മാച്ചിന്റെ അവസാനം കണ്ടത്. പിന്നീട് മൂൺസോൾട്ട് ഫിനിഷർ എല്ലാം ചെയ്ത് ഇയോ സ്കൈ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആയത്. പിന്നെ എപ്പോഴത്തെയും പോലെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വെച്ച് ബിയാങ്ക ബെല്ലർ വേഴ്സസ് ബെയ്ലി നെക്സ്റ്റ് വീക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. കണ്ടുകൊണ്ട് അടുത്ത മാച്ച്. പിന്നീട് പോൾ ഹേമന്റെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് കാണിച്ചു. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ പോൾ ഹേമൻ പറയുന്നത് റോക്ക് വന്ന് സംസാരിച്ച കാര്യത്തെ പറ്റിയാണ്. അതായത് ഹെഡ് ഓഫ് ദി ടേബിളിന്റെ സീറ്റിൽ റോക്കിന് ഇരിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ റോ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അതും ഞാൻ റിവ്യൂവിൽ പറഞ്ഞതാണ്, പക്ഷെ വോയിസ് അവിടെ കട്ടായി പോയി. അപ്പോൾ അതാണ് ഈ ഒരു സെഗ്മെന്റിൽ മുഴുവനായിട്ടും പോൾ ഹേമൻ ഉദ്ദേശിച്ചത്. മെയിനായിട്ട് റോക്കിന് ആ ഒരു അവസരം കിട്ടില്ല, അല്ലെങ്കിൽ ഇവര് ചാമ്പ്യൻഷിപ്പ് മാച്ച് കൊടുക്കില്ല എന്നുള്ളത് പോലെ. പിന്നീട് പോൾ ഹേമൻ പറയുന്നുണ്ട് റോമനെ തോൽപ്പിക്കാനായിട്ട് ഈ ലോകത്ത് തന്നെ ആരുമില്ല എന്നൊക്കെ. ഇതേപോലെ മറ്റൊരു സെഗ്മെന്റിൽ ഹിറ്റ്രോ ടീമിലുള്ള അഡോണിസ് ഒരു അവസരമെല്ലാം ചോദിച്ചു വരുന്നതായിട്ട് കാണിച്ചിരുന്നു, അതായത് നിക്ക് ആൾഡിൻസിന്റെ അടുത്ത്. പിന്നീട് ബുച്ചി, പ്രീറ്റി ഡെഡ്ലി ഇവരുടെ ടാഗ് ടീം മാച്ച് നടന്നു. ബുച്ചിന് ഒരു ടാഗ് ടീം പാർട്ട്ണർ വരും എന്ന് പറഞ്ഞാണ് ഈ മാച്ച് നടത്തിയത്. വന്ന ന്യൂസിൽ ഷെയ്മസ് ആയിരുന്നു എങ്കിലും പിന്നീട് NXT റെസ്ലർ ആയിരുന്നു എന്ന് കൺഫേം ആയിരുന്നു. ആ സമയത്ത് വീഡിയോ ഇട്ടതിൽ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് സംഭവിച്ചു, അത് പോട്ടെ. അപ്പോൾ ആ ഒരു റെസ്ലർ മറ്റാരുമായിരുന്നില്ല, ടൈലർ ബീറ്റ് ആയിരുന്നു ആ ഒരു ടാഗ് ടീം പാർട്ട്ണറായി വന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് ടൈലർ ബീറ്റിന്റെ പെർഫോമൻസ് ഈ മാച്ചിൽ വളരെയധികം നന്നായിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ ഇവരുടെ ഡബിൾ ഫിനിഷർ പ്രീറ്റി ഡെഡ്ലി ടീമിനെ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ബുച്ച് ആൻഡ് ടൈലർ ബീറ്റ് ഇവരാണ് വിൻ ചെയ്തത്. പിന്നീട് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടിയിട്ടുള്ള ട്രിപ്പിൾ ത്രെഡ് മാച്ചാണ് നടന്നത്. ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് റോയൽ റംബിളിന്റെ ചാമ്പ്യൻഷിപ്പ് മാച്ച്. LA നൈറ്റ്, AJ സ്റ്റൈൽസ്, റാൻഡി ഓർട്ടൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഇതൊരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ച് ആയിരുന്നു.
അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. 3 പേരുടെയും പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് LA നൈറ്റ്, AJ സ്റ്റൈൽസ് ആൻഡ് റാൻഡി ഓർട്ടൺ ഇവരെ ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുപോയി അറ്റാക്ക് ചെയ്യും. ശേഷം റാൻഡി ഓർട്ടൺ എപ്പോഴത്തെയും പോലെ LA നൈറ്റിനെ കമൻ്ററി ടേബിളിൻ്റെ മുകളിലേക്ക് എടുത്തടിക്കും. എന്നിട്ട് AJ സ്റ്റൈൽസിനെ അടിക്കാൻ നോക്കുമ്പോൾ AJ സ്റ്റൈൽസ് റിവേഴ്സ് ചെയ്ത് റാൻഡി ഓർട്ടനെ കമൻ്ററി ടേബിളിൻ്റെ മുകളിൽ എടുത്തടിക്കും. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ AJ സ്റ്റൈൽസ് റാൻഡി ഓർട്ടനെ ഫെനോമിനൽ ഫോറം ചെയ്യാൻ നോക്കുമ്പോൾ റാൻഡി ഓർട്ടൺ റിവേഴ്സ് ചെയ്ത് RKO ഫിനിഷർ ചെയ്തു. പിന്നീട് ഈ മാച്ചിൽ ആരാണ് വിൻ ചെയ്യുക, എന്ത് സംഭവിക്കുമെന്ന് നോക്കിയിരുന്ന സമയത്ത് മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ റോമൻ റെയിൻസ് വരുന്നതായിട്ടും വന്നതിന് ശേഷം LA നൈറ്റ്, AJ സ്റ്റൈൽസ് ഇവരെയെല്ലാം നിരത്തി ഫിനിഷർ ചെയ്തു. റോമൻ റെയിൻസും ജെയ്സോയും സോളോയും എല്ലാം ചേർന്നുകൊണ്ട് അതിൽ റാൻഡി ഓർട്ടന് സ്പിയറും സമോൺ സ്പൈക്കും കോംബോ ഫിനിഷറാണ് ചെയ്തത്. ശേഷം റോമൻ റെയിൻസ് ഈ മാച്ചിൽ ആരും ജയിച്ചില്ല, റോയൽ റംബിളിൽ തനിക്ക് എതിരാളികളില്ല എന്നൊക്കെ ലെവലിൽ ചാമ്പ്യൻഷിപ്പ് എടുത്ത് സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ദേഷ്യം വന്ന നിക്ക് ആൾഡിൻസ് പോൾ ഹേമനെ സൈഡിലേക്ക് വിളിച്ചുകൊണ്ടുപോയി പറയുന്നത് റോയൽ റംബിളിൽ ഇത് ഫാറ്റൽ 4-way ചാമ്പ്യൻഷിപ്പ് മാച്ചാക്കി നടത്തുമെന്നാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ഒരു കാര്യമൊന്നും റോമൻ കേട്ടിട്ടില്ല. റോമൻ അവിടെ ഗംഭീര സെലിബ്രേഷനാണ് നടത്തിക്കൊണ്ടിരുന്നത്. കടലിനും ചെകുത്താനും ഇടയിൽപ്പെട്ട അവസ്ഥയിൽ പോൾ ഹേമൻ അവിടെ നിൽക്കുന്നതായിട്ടാണ് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൻ്റെ എൻഡ് കാർഡിൽ കാണിച്ചത്. അതായത് റോമനോട് ഇതെങ്ങനെ പറയും ആ ഒരു ചിന്തയിൽ. അപ്പോൾ മൊത്തത്തിൽ ഇന്നത്തെ സ്മാക്ക് ഡൗൺ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് ഈ ഷോ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.